പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് 2019 BV380 കോഴികളെ വളർത്തുന്നത് ലാഭകരമാണോ നഷ്ടമാണോ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ഒരു ഏതാണ്ട് കണക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത്, അതായത് 2019 ഫെബ്രുവരിയിലെ വില വിവരങ്ങൾ അനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണോ വില അതിനനുസരിച്ചിട്ട് ഈ രീതിയിലേക്ക് കണക്കുകൾ മാറ്റം വരുത്തി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു തീറ്റയുടെ വില എന്ന് പറയുന്നത് BV380കൾക്ക് മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുന്ന മുട്ടക്കോഴി തീറ്റയുടെ വില എന്ന് പറയുന്നത് 1300 രൂപയാണ് ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ദിവസത്തെ വില. അപ്പോൾ ഇന്നത്തെ പ്രൈസ് അനുസരിച്ച് നമുക്കൊരു കിലോ തീറ്റയ്ക്ക് 26 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതായത് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക്, അത് ലൂസായി വാങ്ങിക്കുന്നവർക്ക് 30-35 രൂപ വരെ ഒരു കിലോ തീറ്റയ്ക്ക് വില വരുന്നുണ്ട്. അപ്പോൾ ഈ 26 രൂപ വെച്ച് ഒരു കിലോ തീറ്റ നമുക്ക് കിട്ടിയാൽ ഈ 10 കോഴികളെ വളർത്തിയാൽ നമുക്ക് എത്രത്തോളം ലാഭം കിട്ടും, എത്രത്തോളം ചിലവ് വരും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കൊരു പെട്ടെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 കോഴികളുടെ കണക്കെടുക്കാം. ഇത് 10 കോഴികളെ മാത്രം വളർത്തുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ലാഭത്തിനെ കുറിച്ചല്ല, 100 അതിലധികമോ കോഴിയെ വളർത്തുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ലാഭത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 10 കോഴികളുടെ കണക്കെടുക്കുന്നത്. ഒരു 10 കോഴികളെ വളർത്തുന്ന ഒരാൾക്ക് ഒരു ദിവസം ആ കോഴികൾക്ക് കൊടുക്കേണ്ടി വരുന്ന തീറ്റ 1 കിലോ തീറ്റയാണ്. അതായത് 100 ഗ്രാമാണ് ഒരു കോഴിക്ക് കൊടുക്കുന്ന തീറ്റ, 10 കോഴികൾക്ക് 1 കിലോ ആണ് തീറ്റ വരിക. അപ്പോൾ 2 രൂപ 60 പൈസ ഒരു കോഴിക്ക് തീറ്റ ചിലവായി. അതായത് 1 കിലോ തീറ്റയുടെ വില എന്ന് പറയുന്നത് 26 രൂപയാണ്. 1 കിലോ തീറ്റ കൊണ്ട് നമ്മൾ 10 കോഴിയെ വളർത്തുന്നു ഒരു ദിവസം. അപ്പോൾ ആ കോഴികൾക്ക് വരുന്ന തീറ്റ ചെലവ് എന്ന് പറയുന്നത് 26 രൂപയാണ്. അതിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 രൂപ 60 പൈസയാണ്. ഇത് ഒരു കോഴിയുടെ തീറ്റ ചെലവാണ്. അപ്പോൾ 10 കോഴികൾ, 10 പെട്ടക്കോഴികൾ നമുക്കുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു 8 മുട്ട കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. 9ഉം 10ഉം കിട്ടിയേക്കാം, നമ്മളൊരു 8 മുട്ടയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 8 മുട്ടകൾ ഇട്ട് കഴിഞ്ഞാൽ ആ 8 മുട്ടയ്ക്ക് എത്രത്തോളം ചിലവ് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതായത് 8 മുട്ടയാണ് നമുക്ക് 10 കോഴിക്ക് തീറ്റ കൊടുത്ത് കിട്ടിയത്. അപ്പോൾ അതിലെ കിട്ടാത്ത 2 കോഴികൾക്ക് കൂടി നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ഈ കിട്ടാത്ത 2 കോഴികളിൽ സ്ഥിരമായിട്ട് മുട്ടയിടാത്ത കോഴികളല്ല. പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, ഈ 100 കോഴികളിൽ 80 കോഴി മാത്രമേ മുട്ടയിടുന്നുള്ളൂ, ബാക്കി 20 കോഴിയെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഒരു കോഴിക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് വരുന്ന സമയതാമസമുണ്ട്. അപ്പോൾ അത് 24 മണിക്കൂറിലധികമായേക്കാം. അപ്പോൾ ആ ഒരു കാലതാമസം കൊണ്ടാണ് കുറച്ച് കോഴികൾ ഇടാത്തത്. ഇന്നിടാത്ത കോഴിയായിരിക്കാം ചിലപ്പോൾ നാളെ ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ മുട്ടയിടാത്ത കോഴിയെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ സമയം കളയരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് 2 രൂപ 60 പൈസ ഒരു കോഴിയുടെ തീറ്റ ചിലവായി. അങ്ങനെ 10 കോഴികൾക്ക് 26 രൂപ ചിലവായി. അപ്പോൾ നമുക്കൊരു 26 രൂപ ചിലവാക്കിയിട്ട് 8 മുട്ടകളാണ് കിട്ടുന്നത്. അപ്പോൾ 26 രൂപ ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതാണ് ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവായ തീറ്റയുടെ വില മാത്രം. അതായത് അത് ഏതാണ്ട് നമുക്ക് 3.25 രൂപയോളം ചിലവ് വരും ഒരു കോഴിയുടെ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ. അതായത് അത് നമ്മൾ മുട്ടയിടാത്ത കോഴിക്ക് കൊടുത്ത തീറ്റയുടെ ചിലവ് അടക്കമാണ്. അപ്പോൾ ഇനി ഇതിൽ മറ്റ് ചിലവുകൾ, നമ്മളൊരു കോഴിയെ മുൻപൊക്കെ നമുക്ക് ഇത്രയും ഫീഡിന് വില കൂടാത്ത, തീറ്റയ്ക്ക് വില കൂടാത്ത സമയങ്ങളിൽ നമുക്കൊരു കോഴിയെ മുട്ടയിടാൻ പാകമാക്കാൻ 280 രൂപ മതിയായിരുന്നു. ഒരു ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ നമുക്ക് മുട്ടയിടിപ്പിക്കാനാവുമ്പോഴത്തേക്ക് 280 രൂപയ്ക്ക് മുട്ടയിടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു കോഴിയെ മുട്ടയിടാൻ പാകത്തിനാക്കിയെടുക്കണമെങ്കിൽ 330 രൂപയോളം വേണം. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോഴിയെ വളർത്തി വലുതാക്കി മുട്ടയിടിപ്പിച്ച് അതിൻ്റെ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ് അതിനെ ഇറച്ചിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു കോഴിക്ക് 150 രൂപയാണ്. ഈ ഭാഗത്തും നിങ്ങൾക്ക് ചിലപ്പോൾ വില വ്യത്യാസം വരാം. 200ഉം 250 രൂപ കിട്ടുന്ന ഏരിയകളുണ്ട്, ചിലപ്പോൾ 300 രൂപ കിട്ടുന്ന ഏരിയകളുണ്ടാവും. പക്ഷേ ആവറേജ് ഒരു വില എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പോൾ 330 രൂപ ചിലവ് വന്ന ഒരു കോഴിക്ക് നമ്മൾ 2019 കാര്യമാണ് പറഞ്ഞത്. 2019 330 രൂപ ചിലവായ ഒരു കോഴിക്ക് നമുക്ക് വിറ്റാൽ കിട്ടുന്ന വില 150 രൂപയാണ്. അപ്പോൾ അത് കഴിച്ച് നമുക്ക് 180 രൂപയോളം ഒരു കോഴിയെ ഒരു വർഷം കൊണ്ട് വളർത്തി വിൽക്കുമ്പോൾ നഷ്ടമുണ്ട്. അതായത് കോഴിക്ക് വന്ന ചിലവ് 330 രൂപയാണ്. അതിൽ 150 രൂപയാണ് നമുക്ക് കിട്ടിയത്. ബാക്കിയുള്ള 180 രൂപ ഫലത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ ആ ഒരു തുക, ആ 180 രൂപയെ കൂടെ നമ്മൾ നമ്മുടെ ഈ മുട്ട കിട്ടുന്ന അതിലെ ചിലവായിട്ട്, അതായത് ഒരു മുട്ടയുടെ ഉൽപ്പാദന ചിലവായിട്ട് കണക്കാക്കണം. ഇതിൽ മോർട്ടാലിറ്റി, അതായത് ചത്തു പോകുന്നതുണ്ടാവാം, അത് നമ്മൾ ഇതിൽ കണക്ക് കൂട്ടുന്നില്ല. അത് പല രീതിയിലായിരിക്കാം. ശ്രദ്ധക്കുറവ് കൊണ്ട് കൂടുതൽ ചത്തുപോയേക്കാം, ചിലപ്പോൾ നന്നായി പരിചരിച്ച്
ഒന്നും ചാവാതെ കിട്ടിയേക്കാം. അപ്പോൾ അത് നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ക്ലിയർ ആയിട്ട് മോർട്ടാലിറ്റിയും സംഭവിക്കാതെ പോയാൽ തന്നെ നമുക്കൊരു മുട്ട ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്ക് 3.25 രൂപ നമുക്കൊരു തീരെ ചിലവും പ്ലസ് ഒരു കോഴിയെ നമ്മൾ വിൽക്കുമ്പോൾ വരുന്ന നഷ്ടത്തിൻ്റെ കണക്കോട് കൂട്ടി 60 പൈസ നമുക്ക് ഇതിൻ്റെ കോഴി വിൽക്കുമ്പോൾ വരുന്ന നഷ്ടത്തിൻ്റെ കണക്ക് കൂടി ചേർത്ത് ഒരു മുട്ടയ്ക്ക് കൂട്ടണം. പ്ലസ് അതിൽ നമുക്ക് സപ്ലിമെൻറ്റുകളും മരുന്നുകളൊക്കെ വരും, അതിൻ്റെയും കൂടെ ചേർത്ത് 1 രൂപയായിട്ട് കൂട്ടാം. അപ്പോൾ 3.25 പ്ലസ് 1 രൂപ, അതായത് 4.25 രൂപ ഇപ്പോൾ നമുക്കൊരു മുട്ട ഉൽപ്പാദിപ്പിക്കാനായിട്ട് എക്സാക്റ്റ് ചിലവ് വരും. അത് 2019 ഫെബ്രുവരിയിലെ തീറ്റച്ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീറ്റയ്ക്ക് വില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്, ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞേക്കാം. അപ്പോൾ തീറ്റച്ചെലവ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു തീറ്റയുടെ ചിലവും കോഴിയെ വിൽക്കുമ്പോൾ വരുന്ന നഷ്ടവും കൂടെ അടക്കി 4.25 രൂപയോളം ഒരു മുട്ടയ്ക്ക് ചിലവായി. അപ്പോൾ ഈ 4.25 രൂപയ്ക്ക് ചിലവാക്കി നമ്മളൊരു മുട്ട ഉൽപ്പാദനം മാത്രമാണ് സാധിച്ചത്. ഇനി അതിൽ നമുക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന ചിലവ് വരും. നമ്മൾ കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റ് അതുമായി അനുബന്ധ പല ഉപകരണങ്ങളും വാങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം സാധനങ്ങളുടെയൊക്കെ ചിലവ് നമുക്ക് ഈ ഒരു മുട്ട വിറ്റ് തന്നെ മുതലാക്കണം. BV380 കോഴി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന ഒരു കോഴിയാണ്. അപ്പോൾ അതിൻ്റെ മുട്ട ഉൽപ്പാദനം മാത്രമാണ് നമുക്ക് വരുന്ന വരുമാനം. ആ മുട്ട വിറ്റ് മാത്രം ഇത് മുതലാക്കണം. പിന്നെ ഇതിൽ കാഷ്ടം അങ്ങനെയുള്ള അഡീഷണൽ ഇൻകം നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം വിൽക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ മുതൽക്കൂട്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അത് ബാധ്യതയായിട്ട് മാറും. അപ്പോൾ ഇത്രയും ചിലവുകൾ വന്നു. 4.25 രൂപയോളം നമുക്കൊരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മുടക്ക് മുതൽ വന്നു. അപ്പോൾ ഈ മുട്ട നമുക്ക് ഇപ്പോൾ വിറ്റാൽ എന്ത് വില കിട്ടും എന്നുള്ളതാണ് അതിലേറെ വലിയ കോമഡി. ഇപ്പോൾ പല സുഹൃത്തുക്കളും 5 രൂപയ്ക്കാണ് ഇപ്പോഴും മുട്ട വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് ഒരു മുട്ട വിറ്റാൽ കിട്ടുന്നത് 75 പൈസയാണ്. 75 പൈസയാണ് ഒരു മുട്ട വിറ്റാൽ കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു 100 കോഴികളെ വളർത്തുന്ന ഒരു കർഷകന് ചിലപ്പോൾ ഒരു ദിവസം 1-2 മുട്ടകൾ ഡാമേജ് ആയിരിക്കാം, അതായത് പൊട്ടിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഈ കർഷകന് വീണ്ടും മുട്ടയുടെ ഉൽപ്പാദന ചെലവ്, അതായത് വിൽക്കാൻ കിട്ടുന്ന ഒരു മുട്ടയ്ക്ക് വരുന്ന ഉൽപ്പാദനത്തിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കും. അതായത് 4.25 എന്നത് നല്ല രീതിയിൽ എല്ലാം പെർഫെക്റ്റായി പോയാൽ മാത്രം കിട്ടുന്ന ലാഭമാണ്. അതിലെന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, അതായത് പരിചരണത്തിലെ പിഴവോ മറ്റെന്തെങ്കിലും കാലാവസ്ഥയിലെ പിഴവോ ഒക്കെ കാരണം വീണ്ടും മുട്ടയുടെ ഉൽപ്പാദനം കുറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയോ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ചിലവ് കൂടും. അപ്പോൾ ഒരു മുട്ട ഉൽപ്പാദിപ്പിച്ച് അത് 5 രൂപയ്ക്ക് നിലവിൽ വിറ്റ് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റായി പ്രൊഡക്ഷൻ നടത്തിയതാണെങ്കിൽ പോലും 75 പൈസയാണ് കിട്ടുക. ഇതുകൊണ്ട് ഒരിക്കലും ഒരു കർഷകന് നിലനിന്ന് പോകാൻ കഴിയില്ല. കാരണം 75 പൈസ എന്ന് പറയുന്നത് നമ്മൾ മുട്ട ഉൽപ്പാദിപ്പിച്ച ചിലവും വിറ്റ് ചിലവുമാണ്. ഇതിൽ കൊണ്ടുപോയി കൊടുക്കാൻ വരുന്ന ചിലവ്, തീറ്റ നമ്മൾ ഫാമിലേക്ക് അല്ലെങ്കിൽ ഷെഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ്, അതുപോലെ തന്നെ കോഴികൾ ചത്തുപോകുന്ന ചിലവ്, ഇത്തരത്തിലുള്ള ചിലവുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉൽപ്പാദന ചിലവ് ഇതിലും കൂടും. അപ്പോൾ ഈ ഒരു 5 രൂപയ്ക്ക് നിലവിൽ മുട്ട വിൽക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ഇത് ലാഭകരമല്ല. എന്നാൽ 6 രൂപയ്ക്കും 7 രൂപയ്ക്കും വിൽക്കുന്ന അപൂർവം ചില കർഷകരുണ്ട്. അവർക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ ലാഭമാണ്, എന്നാലും വലിയൊരു ലാഭം എന്ന് പറയാനില്ല. കാരണം വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് മുടക്കി ഈ കൃഷി നിലവിൽ ചെയ്താൽ 2019 കണക്കുകൾ അനുസരിച്ച് ഈ കൃഷി വലിയ ലാഭത്തിലേക്കല്ല പോകുന്നത്. കാരണം തീറ്റയുടെ ചിലവ് ഇനിയും കൂടുന്നുണ്ട്, മുട്ടയ്ക്ക് അതിനനുസരിച്ച് വില കൂടുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കളൊക്കെ കുറച്ചുകൂടെ മുട്ടയ്ക്ക് വില കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം, അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഒരു മുട്ടയ്ക്ക് ഉൽപ്പാദന ചെലവ് ഏതാണ്ട് 5 രൂപയോട് അടുക്കും ഈ വർഷം അവസാനിക്കുന്നതിന് ഉള്ളിൽ. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃഷി ചെയ്യുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.